നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന അണ്ഡാശയമുഴകളെ പറ്റിയാണ്. നമ്മോടൊപ്പം ചാല ജിം കെയർ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആനി കുര്യൻ തത്സമയം ചേരും. പ്രേക്ഷകർക്കും ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാം. നമുക്ക് ഡോക്ടറെ സ്വാഗതം ചെയ്യാം. ഡോക്ടർ സ്വാഗതം. താങ്ക് യു. ഡോക്ടർ, ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളിൽ വളരെയധികം ഈ അണ്ഡാശയമുഴകൾ ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഈ അണ്ഡാശയമുഴകൾ രൂപപ്പെടുന്നത്? അങ്ങനെ കൂടുതലായിട്ട് ഇൻസിഡൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈയിടെ സ്കാൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കും കൂടുതൽ കണ്ടുപിടിക്കുന്നത്. പിന്നെ PCOD എന്ന് പറഞ്ഞ പോളിസിസ്റ്റിക് ഓറിയുന്ന കുറെ ചെറിയ 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 മുഴകളല്ല, കുമ്പളകൾ, കുഞ്ഞു കുഞ്ഞു ബലൂൺ പോലെ ഓവറീസിൽ കാണുന്നുണ്ട്. അത് വളരെ കൂടുതലായിട്ട് ഈയിടെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ ഒരു ബിറ്റ്വീൻ 15 ഒരു 30 വയസ്സിനിടയ്ക്കുള്ള ആൾക്കാര്. അത് ഭക്ഷണ രീതി കാരണം ഭയങ്കര കൂടുതൽ പ്രവണതയുണ്ട് ഇപ്പൊ തടിയുള്ള കുട്ടികള്. അപ്പൊ അങ്ങനെ വരുന്നത്. അല്ലാതെ ഒവേരിയൻ സിസ്റ്റ് അണ്ഡാശയത്തിൽ മുഴകൾ അങ്ങനെ കൂടിയിട്ടില്ല. ഡോക്ടർ, അതുപോലെ ഒരു തവണ ഈ സിസ്റ്റ് വന്നു, അതിനുശേഷം അത് റിമൂവ് ചെയ്തു, പിന്നെ 2-3 തവണയും ഇങ്ങനെ ഒരാളിൽ തന്നെ മുഴകൾ വന്നു, പിന്നെ അത് റിമൂവ് ചെയ്യുന്നൊരു സാഹചര്യം ഉള്ളതായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ 2-3 തവണ മുഴകൾ വരുന്നത്? അത് വളരെ കോമൺ സാധാരണയല്ല ഒരു ഓവറിയിൽ അങ്ങനെ സിസ്റ്റ് വരുന്ന. പ്രത്യേകിച്ച് ഒത്തിരി സിസ്റ്റ് ഹോർമോൺ കാരണം, ഹോർമോണിന്റെ പ്രശ്നം കൊണ്ട് ഈ ഫോളിക്കുലർ സിസ്റ്റ് എന്നൊക്കെ പറയുന്നത്, അത് ശരിക്കും എടുത്തു കളയേണ്ട ആവശ്യമില്ല. നമുക്ക് വെയിറ്റ് ചെയ്താൽ തന്നെ മാറുകയാണ്. അപൂർവമായിട്ട് ഒരു ഓവറിൽ പിന്നെയും പിന്നെയും എടുത്തു കളയേണ്ടി വരുന്ന സിസ്റ്റ് വരുന്നത്. ഡോക്ടർ, അതുപോലെ ഓവറിക്കുള്ളിൽ അഴുക്കുകളോ അല്ലെങ്കിൽ അഴുക്കുകൾ അടിഞ്ഞുകൂടിയോ രോമ വളർച്ച ഉണ്ടാകുന്നത് കൊണ്ടൊക്കെയാണ് സിസ്റ്റുകൾ ഉണ്ടാകുന്നതെന്ന് പൊതുവെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ട്? അഥവാ അങ്ങനെ അത് സത്യമാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള രോമ വളർച്ച ഓവറിയിൽ ഉണ്ടാകുമോ? അത് പലർക്കുമുള്ള ഒരു സംശയമാണ്. ഡെർമോയിഡ് എന്ന് പറഞ്ഞ ഒരു തരം സിസ്റ്റ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ലെയേഴ്സിൽ നിന്നുള്ള കണ്ടന്റ്സ് അതിനുള്ളില്. അപ്പോ അതിനകത്ത് രോമം കാണും, നമ്മുടെ ഓയില്, ദേഹത്ത് എണ്ണമയം ഉണ്ടാക്കുന്ന സബേഷ്യസ് എന്ന് പറഞ്ഞ സീബം എന്ന് പറഞ്ഞ മെറ്റീരിയൽ കാണും. പക്ഷെ അത് അണ്ഡാശയത്തിന്റെ അഴുക്ക് കൂടുന്നതൊന്നും അല്ല. അതിനകത്ത് ഇങ്ങനൊരു എക്ടോഡം എന്ന് പറഞ്ഞ ഭാഗം വളരുന്നുണ്ട്. ചിലപ്പോൾ അതിനകത്ത് പല്ല് കാണും, ഫുൾ സെറ്റ് 2 സെറ്റ് പല്ലൊക്കെ കണ്ടുള്ള പേഷ്യൻസ് ഉണ്ട്. അതിനകത്ത് തൈറോയിഡ് ടിഷ്യൂ കാണും. പക്ഷെ അത് ഒന്നും ആദ്യം കുറ്റമല്ല, ഒന്നും അഴുക്കൽ കാരണമൊന്നുമല്ല. ഡെർമോയിഡ് സിസ്റ്റ് എന്ന് പറയും. സാധാരണ ഇച്ചിരൂടെ പ്രായം കുറവുള്ളവർക്ക് കാണുന്ന ഒരു 20 to 30 ഇയേഴ്സിലൊക്കെ അത് കാണുന്നു. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോള് വന്നിട്ടുണ്ട്, സംസാരിക്കാം. ഹലോ 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 ഹലോ, ഞാൻ അശ്വതിയാണ്. ഹലോ. അശ്വതി, സംസാരിച്ചോളൂ. ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഇപ്പൊ എനിക്ക് 1.5 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. ഡെലിവറിക്ക് ശേഷം എനിക്ക് പീരിയഡ്സ് ഭയങ്കര ഇറഗുലർ ആണ്. ഇപ്പൊ 2 months അല്ലെങ്കിൽ 3 months അങ്ങനെയൊക്കെയാ വരുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ റീസൺസ് എന്തായിരിക്കും? അത് എന്തെങ്കിലും യൂട്രസിനുള്ളിൽ മുഴയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതിന്റെ സിംറ്റംസ് ആയിരിക്കോ? അല്ല, പീരിയഡ്സ് വരാത്തത് ശരിക്കും ഇപ്പൊ നിങ്ങൾ മുല കൊടുക്കുന്നുണ്ടായിരിക്കുമല്ലോ. മുല കൊടുക്കുന്നുണ്ടായിരിക്കും. മുല കൊടുക്കുമ്പോ പീരിയഡ്സ് ചിലർക്ക് 1.5-2 വയസ്സ് വരെ വരത്തില്ല, അല്ലെങ്കിൽ വളരെ താമസിച്ച് വരും. അപ്പൊ അത് ഒട്ടും അബ്നോർമൽ അല്ല. ഒരു കാര്യം ഓർക്കണം, സാധാരണ മുഴയൊക്കെ ഉണ്ടെങ്കിൽ ബ്ലീഡിങ് കൂടുതലായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ക്രമം തെറ്റി വരുന്നത്. പീരിയഡ്സ് വരാതിരിക്കുന്ന അപൂർവ മുഴയുള്ളപ്പോ. അല്ല, എനിക്ക് ഡെലിവറിക്ക് ശേഷം ഏകദേശം ഒരു 9 months കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് പീരിയഡ്സ് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2-3 months ഗ്യാപ്പ് വിട്ടിട്ടാണ് പിന്നെ അടുത്ത പീരിയഡ്സ് വരുന്നത്. അത് വളരെ നോർമലാ. മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോ വളരെ നോർമൽ. അത് ചിലർക്ക് 2 കൊല്ലം വരെ പീരിയഡ്സ് വരാതിരിക്കും. വളരെ നോർമലാ. പേടിക്കാനൊന്നും. കൂടി നിർത്തുമ്പോ ശരിയാവും. ഓക്കെ. അപ്പൊ മുഴ കൂടുതൽ ബ്ലീഡിങ് കൂടും അല്ലേ? മുഴയുള്ളപ്പോ സാധാരണ ബ്ലീഡിങ് കൂടും. തീരെ അപൂർവ മുഴകള് ബ്ലീഡിങ് വരാതിരിക്കുന്ന. പിന്നെ ഒരു കാര്യം അറിയണം, നിങ്ങൾ പീരിയഡ്സ് വന്നില്ലെങ്കിലും പ്രഗ്നന്റ് ആകാം. അപ്പോ പ്രഗ്നന്റ് ആകാതെ എപ്പോഴും സൂക്ഷിക്കണം. ഓക്കെ ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. ഓക്കെ ഡോക്ടർ, ഇത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഈ ആർത്തവ
ഈ ആർത്തവ പ്രശ്നങ്ങൾ എല്ലാവരുടെയും ഒരു സംശയമാണ്. ഓവർ ബ്ലീഡിംഗ് ഉള്ള സമയത്ത് അത് മുഴയുടേതാണോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വേദന വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവലുണ്ട് ഈ ആർത്തവം വരുന്ന സമയം. അപ്പോൾ അത് അണ്ഡാശയത്തിൽ മുഴയുള്ളത് കൊണ്ടാണോ അങ്ങനെ ഉണ്ടാകുന്നതെന്ന് പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. അതിപ്പോ ഡിപ്പെൻസ്. ഇപ്പൊ യങ് ഗേൾസ് ഒരു 25 വയസ്സിന് താഴെ അല്ലെങ്കിൽ ഒരു 20 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പീരിയഡ്സിന് വേദന വരും. അത് സാധാരണ പീരിയഡ്സ് തുടങ്ങുന്ന അന്നോ അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ കാണത്തുള്ളൂ. ഒരു ദിവസം വേദന കാണും, കാലിന്റെ തൊട വരെ കാണും. പിന്നെ ചിലർക്ക് ഛർദ്ദിക്കാൻ വരും, ലൂസ് മോഷൻ വരും, കോൺസ്റ്റിപ്പേഷൻ വരും. അതൊക്കെ സാധാരണ. ഒരു കാരണമില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മുഴയൊന്നുമില്ല. അത് ഒന്ന് ഡെലിവറി ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞ് തന്നെ മിക്കവാറും അത് മാറും. ഡോക്ടർ, നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയുക അത് അണ്ഡാശയത്തിൽ മുഴയുള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നത്? എന്താണ് അതിന്റെ സിംറ്റംസ്? അല്ല, സാധാരണ അണ്ഡാശയത്തിലൊക്കെ മുഴ ഉള്ളത് കൊണ്ടുള്ള പെയിൻ ആണെങ്കിൽ പീരിയഡ്സിന് മുമ്പേ പെയിൻ തുടങ്ങും. ഒരാഴ്ച മുമ്പ് വരെയൊക്കെ തുടങ്ങും. എന്നിട്ട് പീരിയഡ്സ് വരുമ്പോ ആ പെയിൻ കൂടും. ചിലർക്ക് പീരിയഡ് കഴിഞ്ഞിട്ട് ആ പെയിൻ തുടരും. ജസ്റ്റ് 1 ഡേ, ഒരു ദിവസം 2 ദിവസം ഒക്കെ നീണ്ടു നിൽക്കുന്ന സാധാരണ പ്രശ്നമില്ലാത്തതാ. പിന്നെ നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ സ്കാൻ ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് ഇത്തരത്തിൽ മുഴകൾ വരിക, ഏജ് ഉള്ളവർക്കാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? ഈ PCOD ഞാൻ പറഞ്ഞില്ല, ചെറുപ്പക്കാർക്കാ വരുന്നത്. ഈ 15 ടീനേജ് തുടങ്ങുമ്പോ ഒരു 15 വയസ്സ് തൊട്ട് ഒരു 35 വയസ്സ് വരെയൊക്കെയാ PCOD വരുന്നത്. എന്ന് പറഞ്ഞാൽ അണ്ഡാശയത്തിൽ കുഞ്ഞു കുഞ്ഞു കുമിളകൾ വരുന്നത്. പിന്നെ മറ്റേ ഈ പ്രോബ്ലം അല്ലാത്ത ഒവേരിയൻ സിസ്റ്റ് ഒക്കെ, ഈ ചെറിയ ചെറിയ സിസ്റ്റ് ഒക്കെ ഒരു 15 തൊട്ടൊരു 35 വയസ്സൊക്കെ വരെ വരും. ഡെർമോയിഡും യങ് ആൾക്കാർക്കാ വരുന്നത്. പിന്നെ ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ചോക്ലേറ്റ് കൂടുതൽ കഴിച്ചിട്ടൊന്നുമല്ല, അത് രക്തം അതിനകത്ത് ഓവറിയിൽ അടിഞ്ഞിരുന്ന് അത് അതിന്റെ റെഡ് ഭാഗം ഉണങ്ങുമ്പോൾ അത് ബ്രൗൺ ആവും. അപ്പൊ ചോക്ലേറ്റ് പോലെ ഇരിക്കുന്നതുകൊണ്ട് ചോക്ലേറ്റ്. ഇതൊക്കെ യങ് ആൾക്കാർക്കാ വരുന്നത്, ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 18 to 35. ഡോക്ടർ, നമുക്കൊരു കോള് കൂടി ഉണ്ട്. ഹലോ. ഓക്കെ, ഹലോ. ഹലോ, സംസാരിച്ചോളൂ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ചോദിച്ചോളൂ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാൻ അഞ്ജനയാണ്. ഓക്കെ, അപ്പം എന്റെ ഇപ്പം തേർഡ് കൺസീവ് ആണ്. അപ്പം 4 month ആയിട്ട്. മനസ്സിലായില്ല. അപ്പം ഇപ്പം 4 മാസം പ്രഗ്നന്റ് ആണ് ഞാൻ. അപ്പം ആദ്യത്തും ഫസ്റ്റും സെക്കൻഡും സിസേറിയൻ ആണ്. അപ്പം മൂന്നാമത്തെ കുട്ടിയപ്പോ നോർമൽ ആവാനുള്ള ചാൻസ് ഉണ്ടോ? അയ്യോ, ഒട്ടുമില്ല. അത് ഡേഞ്ചറാ. രണ്ടാമത്തെ പോലും ആരും നോർമൽ ആകാൻ വിടാത്ത, അതിന് സ്റ്റിച്ച് വിട്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആരും, ഒരു ഡോക്ടറും റിസ്ക് എടുത്താതെ രണ്ടാമത് പോലും നോർമൽ ഡെലിവറി ആകാൻ സമ്മതിക്കാത്ത. അപ്പൊ മൂന്നാമത്തെ തീർച്ചയായിട്ടും സമ്മതിക്കത്തില്ല. സ്റ്റിച്ച് വിട്ടുപോയാൽ പിന്നെ ഭയങ്കര അപകട സാധ്യതകളുണ്ട്. ഡോക്ടറെ, ഇതുപോലെ മറ്റൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ ഓവേറിയൻ സിസ്റ്റും ഫൈബ്രോയിഡും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും. യൂട്രസ് എന്ന് പറഞ്ഞാൽ, യൂട്രസിൽ നിന്നായി ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞ മുഴകൾ വരുന്ന, യൂട്രസിന്റെ അടുത്തുള്ള ഒരു ഓർഗന ഓവറി, അതിൽ നിന്നായി ഒവേരിയൻ സിസ്റ്റ് വരുന്നത്. അപ്പൊ രണ്ടും വ്യത്യാസമുള്ള അസുഖങ്ങളാണ്. ഈ ഫൈബ്രോയിഡ് കാണപ്പെടുന്നത് അതിനും എന്തെങ്കിലും ഏജ് ഗ്രൂപ്പ് ഉണ്ടോ? ചെറുപ്പക്കാരിലാണോ അല്ലെങ്കിൽ ഏജ് കൂടുതലുള്ളവരിലാണോ? ആക്ച്വലി ഒരു 10-20 കൊല്ലം മുമ്പ് ഫൈബ്രോയിഡ് കാണുന്നതിൽ ഒരു 40 വയസ്സായി കഴിഞ്ഞൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ പ്രായം കുറവുള്ളവർക്ക് ഫൈബ്രോയിഡ് ഒക്കെ കാണുന്നുണ്ട്. 23 വയസ്സ് 24 വയസ്സിലൊക്കെ വലിയ വലിയ ഫൈബ്രോയിഡ് കാണുന്നുണ്ട്. അതിന്റെ കാരണം ഞങ്ങൾ വിചാരിക്കുന്നു, ഇപ്പൊ ഹോർമോൺ ഒത്തിരി, ചിക്കനിലൊക്കെ ഹോർമോൺ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. ബിക്കോസ് പണ്ട് ഇത്രയും കാണത്തില്ല. ഒരു 25 കൊല്ലം മുമ്പ് ഇങ്ങനെ പ്രായം കുറവുള്ളവർക്ക് ഇത്രയും ഫൈബ്രോയിഡ് കാണുന്നില്ലായിരുന്നു. ഈ ഒവേറിയൻ സിസ്റ്റിന്റെ അതേ ലക്ഷണങ്ങൾ തന്നെയാണോ ഫൈബ്രോയിഡ് വന്നാലും ഉണ്ടാവുക? ഓവർ പെയിനോ അല്ലെങ്കിൽ ഓവർ ബ്ലീഡിങ് അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുമോ? ഒവേരിയൻ സിസ്റ്റിൽ അങ്ങനെ ബ്ലീഡിങ് വരാറില്ല. ഞാൻ പറഞ്ഞില്ലേ, ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഓവറിക്കുള്ളിൽ ബ്ലീഡിങ് നടന്നിട്ട്
അപ്പോ ഭയങ്കര പെയിൻ ആയിരിക്കും, ബ്ലീഡിങ് കൂടുതലായിരിക്കും. പക്ഷെ സാധാരണ ഒവേരിയൻ പ്രോബ്ലമിന് ബ്ലീഡിങ് കൂടുതൽ കാണത്തില്ല. ഓഫ് കോഴ്സ് ബാലൻസ് തെറ്റുമ്പോ, ഹോർമോണിന്റെ ബാലൻസ് തെറ്റുമ്പോ ബ്ലീഡിങ് കൂടുതൽ വരാം. ഫൈബ്രോയിഡിന് ബ്ലീഡിങ്ങും വേദനയും കൂടുതൽ സിംറ്റംസ്. അതുപോലെ ഇത് പാരമ്പര്യമായിട്ട് കാണപ്പെടുന്നതാണോ ഈ അണ്ഡാശയ മുഴകൾ അല്ലെങ്കിൽ ഫൈബ്രോയിഡുകളൊക്കെ പാരമ്പര്യമായിട്ടുണ്ടാകുമോ? പാരമ്പര്യമായിട്ട് ഓവറിയിൽ ക്യാൻസർ ആണെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സെയിം ഫാമിലിയില് ബ്രസ്റ്റ് ക്യാൻസർ, യൂട്രസിന്റെ ക്യാൻസർ, കുടലിന്റെ ക്യാൻസർ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഫൈബ്രോയിഡ് നമ്മൾ അങ്ങനെ ഒരു പ്രവണത കാണുന്നുണ്ട്, അമ്മമാർക്കും ചേച്ചിമാർക്കൊക്കെ ഫൈബ്രോയിഡ് ഉണ്ടെന്ന്. തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയാൽ മരുന്നുകളിലൂടെ മാറ്റാൻ സാധിക്കുമോ, അതോ സർജറി തന്നെയാണോ ഇതിനൊരു പരിഹാരമുള്ളൂ? ഏതിന്? ഫൈബ്രോയിഡിനാണോ? ഫൈബ്രോയിഡിനും അതുപോലെ തന്നെ ഒവേറിയൻ സിസ്റ്റം രണ്ടും. ഫൈബ്രോയിഡിനും മരുന്നുണ്ട്, പക്ഷെ അതൊരു പെർമനന്റ് സൊല്യൂഷൻ അല്ല. അത് കഴിക്കുമ്പോ 2-3 മാസം സൈസ് കുറച്ച് കുറയും, ബ്ലീഡിങ്ങും വേദനയൊക്കെ കുറയും. പക്ഷെ അത് പെർമനന്റ് സൊല്യൂഷൻ അല്ല. പിന്നെ ഞങ്ങൾ ആർക്കാ കൊടുക്കുന്ന, ചിലർക്ക് മക്കളുടെ കല്യാണം, മോളുടെ പ്രസവം, മോന്റെ പരീക്ഷ അങ്ങനെയൊക്കെ ആവുകൊണ്ട് തൽക്കാലത്തേക്ക് ഓപ്പറേഷൻ മാറ്റി വെക്കാൻ കൊടുക്കാം. അല്ലെങ്കിൽ മെൻസസ് നിൽക്കാറായ 49, 50, 51 വയസ്സായ സ്ത്രീകൾക്ക് നമ്മൾ അത് കൊടുത്താൽ ചിലപ്പോൾ അത് കുറച്ചൊന്ന് ചുങ്ങിയിട്ട് അതോട് മെൻസസ് നിൽക്കും. അല്ലാതെ വളരെ ടെമ്പററി സൊല്യൂഷനാണ്, തൽക്കാലത്തേക്കുള്ള സൊല്യൂഷനേ ഉള്ളൂ. പിന്നെ ഒവേരിയൻ സിസ്റ്റിന് അങ്ങനെ പ്രിവെന്റ് ചെയ്യാനൊന്നും ചികിത്സയില്ല. ഈ അണ്ഡാശയ മുഴകൾ എല്ലാം തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് കളയേണ്ട ഒരു അവസ്ഥ വരുമോ, അല്ലാതെ പേടിക്കേണ്ടാത്തതായ മുഴകളുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറയില്ലേ, PCOD ഒത്തിരി പേര് അത് മുഴയെന്ന് വിചാരിക്കുന്നത്. അത് ശരിക്കും കുഞ്ഞു കുഞ്ഞു ബബിൾസ് പോലെയുള്ളൂ, കുമിളകൾ പോലെയുള്ളൂ. അത് ഒരിക്കലും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അഥവാ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നെങ്കിൽ കുട്ടികൾ ഇല്ലാത്തവർക്ക്, ഈ PCODക്ക് കുട്ടികൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അവർക്ക് കുറെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ കുമിളകളൊന്ന് പൊട്ടിക്കും, ആ ബബിൾസ് ഒന്ന് പൊട്ടിക്കും. അത് PCOD ഒരിക്കലും എടുത്ത് കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ചെറിയ ഫോളിക്കുലർ സിസ്റ്റ്, കോർപ്പസ് ലൂട്ടിയം സിസ്റ്റ്, അതൊന്നും എടുത്ത് കളയേണ്ട ആവശ്യമില്ല, തന്നെ മാറും. ചില സിസ്റ്റ് ഉണ്ട് അത് എടുത്ത് കളയേണ്ടത്. ക്യാൻസർ ആണ് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് കളയണം. ഇത്തരം മുഴകൾ ക്യാൻസറസ് ആവാൻ സാധ്യതയുണ്ടോ? ഈ പോളിസിസ്റ്റിക് ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഒവേറിയൻ സിസ്റ്റുകൾ പിന്നീട് അത് ക്യാൻസറസ് ആയി മാറാൻ സാധ്യതയുണ്ടോ? പോളിസിസ്റ്റിക് ഓവറി ക്യാൻസർ ആകത്തില്ല, പക്ഷെ വേറെ ഒവേരിയൻ മുഴകൾ ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പ്രായം കൂടിയവർക്ക്, ഒരു 50-60 വയസ്സായി കഴിഞ്ഞ ഒവേരിയൻ സിസ്റ്റ് വന്ന ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട്. ഒരു 30% ആൾക്കാർക്ക് അത് ക്യാൻസർ ആയിരിക്കും. പക്ഷെ എല്ലാ ഒവേരിയൻ സിസ്റ്റ്. ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഞാൻ ഷീന തലശ്ശേരി വിളിക്കുന്നത്. ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ മാം, എനിക്ക് മെൻസസ് ആയി കഴിഞ്ഞാല്, ഹലോ മാം, മെൻസസ് ആയി കഴിഞ്ഞാൽ ഓവർ ബ്ലീഡിംഗ് ഉണ്ടാവും. അപ്പൊ സ്കാൻ ചെയ്തപ്പോ പറഞ്ഞു അഡ്നോമയോസിസ് അങ്ങനെയുണ്ടോ പറഞ്ഞത്. അപ്പോ യൂട്രസ് റിമൂവ് ചെയ്യണമെന്നാ പറഞ്ഞത്. അതിന് ആ ഒരു മാർഗമേ ഉള്ളൂ ഡോക്ടർ. എത്ര പ്രസവിച്ചിട്ടുണ്ട് ഷീന? 2. എത്ര വയസ്സുണ്ട് ഷീന? എനിക്ക് 42. 40. ഭയങ്കര വേദനയുണ്ടോ? വേദനയുടെ ഓവർ ബ്ലീഡിംഗ് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് മന്ത് മെൻസസ് ഡേറ്റ് കഴിഞ്ഞിട്ടും ചെറുതായിട്ട് ബ്ലീഡ് ചെയ്യുന്നുണ്ട്. അഡിനോമയോസിസ് എന്ന് പറഞ്ഞാൽ ഫൈബ്രോയിഡ് പോലെ, പക്ഷെ ഇത് ഫുൾ യൂട്രസ് കുറച്ചങ്ങ് കട്ടി പിടിക്കുക. അല്ലാതെ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഉള്ളക്കിഴങ്ങ് പോലെ ഇവിടെ അവിടെ ഒക്കെ മുഴയാ. അഡിനോമയോസിസ് എന്ന് പറഞ്ഞാൽ യൂട്രസ് മുഴുവൻ കുറച്ച് വലുതാകും. അപ്പൊ സാധാരണ എല്ലാവർക്കും ഭയങ്കര വേദന ആയിരിക്കും, പീരിയഡ് വരുമ്പോ ഭയങ്കര വേദനയും ഓവർ ബ്ലീഡിംഗ് ആയിരിക്കും. അപ്പൊ തൽക്കാലത്തേക്ക് വേണമെങ്കിൽ ബ്ലീഡിങ്ങിന്റെ സമയത്ത് ഗുളിക കഴിച്ചു നോക്കാം. എല്ലാ മാസം അത് കഴിക്കേണ്ടി വരും, 1, 2, 3 ഗുളിക. എന്നിട്ടും മാറിയില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അത് മാർഗം ഉണ്ടാവും അല്ലേ? എന്താ? അത് മാത്രം മാർഗമുള്ളൂ അല്ലേ? അത് മാത്രം. 5-6 മാസമായി ഇപ്പൊ അങ്ങനെ തന്നെ ഗുളിക കഴിച്ചിട്ടും മാറ്റമൊന്നുമില്ല. മാറ്റം ഇല്ലെങ്കിൽ പിന്നെ ഓപ്പറേഷൻ ചെയ്യുന്ന ഏറ്റവും നല്ലത്. രണ്ടും നോർമൽ ഡെലിവറീസ് ആയിരുന്നോ? അല്ല, ആദ്യം നോർമൽ, രണ്ടാമത് സിസേറിയനായിരുന്നു. ലാപ്രോസ്കോപ്പിലോ അല്ലെങ്കിൽ ചിലപ്പോ താഴെക്കൂടെ മുറിവൊന്നും ഇല്ലാതെ ഓപ്പറേഷൻ ചെയ്യാം.
ഓക്കെ ഡോക്ടർ, ഈ Okay, thanks. ചോദിച്ചോളൂ, ഷീന ചോദിച്ചോളൂ. ആ ഹോസ്പിറ്റലിൽ ചികിത്സ ഉണ്ടോ? ചാല ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ എന്താ നടക്കുന്നുണ്ടോ? ചെയ്യുന്നത്? ഡോക്ടർ ജിം കെയർ ഉണ്ട്. ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടോ, ചികിത്സയുണ്ടോ എന്നാണ് ഷീന ചോദിച്ചത്. തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഡോക്ടർ തന്നെ കണ്ടോളൂ. താങ്ക് യു മാം. ശരി, വെൽക്കം. ഓക്കെ ഡോക്ടർ, ഈ ഇപ്പോൾ ഷീന ചോദിച്ചതുപോലെ യൂട്രസ് എടുത്ത് കളയുന്ന ഒരു അവസ്ഥയിലേക്ക് അണ്ഡാശയ മുഴകൾ വന്ന് നമുക്ക് യൂട്രസ് എടുത്ത് കളഞ്ഞാലേ അതിനൊരു പരിഹാരമുള്ളൂ എന്നൊരു അവസ്ഥ ഉണ്ടോ? അണ്ഡാശയം മുഴ ക്യാൻസർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ അണ്ഡാശയം മറ്റേ അണ്ഡാശയം യൂട്രസും ഫുൾ എടുത്ത് കളയാം. പിന്നെ ഒരു തരം ഒവേരിയൻ ക്യാൻസർ വരുന്ന ചെറുപ്പക്കാർക്ക് 8 വയസ്സോ 9 വയസ്സോ അങ്ങനെ കല്യാണം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ വരും. അവർക്ക് ആ ഓവറിയും ട്യൂബും മാത്രം എടുത്ത് കളയാം. പിന്നെ അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് യൂട്രസും ബാക്കി ഓവറി എടുത്ത് കളയുമ്പോൾ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞില്ലേ ക്യാൻസർ ഇച്ചൂടെ പ്രായമുള്ളവർക്കാണ് വരുന്നത്. അപ്പൊ അങ്ങനെ സംശയിച്ച യൂട്രസും മറ്റ് 2 ഓവറി എടുത്ത് കളയേണ്ടി വരും. ഡോക്ടർ കോൾ ഉണ്ട്, നമുക്കൊന്ന് സംസാരിക്കാം. ഹലോ ഹലോ ഹലോ, പേരെന്താണ്? റോഷ്നി. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 9 മാസം കഴിഞ്ഞ്, പക്ഷെ പീരിയഡ്സ് ഇതുവരെ ആയിട്ടില്ല. അത് എത്ര ഒരുപാട് ലേറ്റ് ആവും? എങ്ങനെയാണ് അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ? മുല കൊടുക്കുന്നുണ്ടോ റോഷ്നി? ഉണ്ട്, മുല കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ കുട്ടിയത്? ആദ്യത്തെ കുട്ടിയാണ്. മുല കൊടുക്കുമ്പോൾ ചിലർക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 2 കൊല്ലം വരെ ചിലർക്ക് പീരീഡ് ആവത്തില്ല. ചിലർക്ക് ഒരു 9 മാസം പീരീഡ് ആകാതെ പിന്നെ 2 മാസം കൂടുമ്പോ 3 മാസം കൂടുമ്പോ ഇന്റർവെൽ ലേറ്റ് ആയിട്ട് വരും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, പീരീഡ് ഇല്ലെങ്കിലും പ്രഗ്നന്റ് ആകാം. സൂക്ഷിക്കേണ്ടി വരും. പീരീഡ് വരാതിരിക്കുന്ന പേടിക്കാനൊന്നുമില്ല, അത് നോർമലാ. താങ്ക് യു ഡോക്ടർ. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഇതുപോലെ റോഷ്നി ചോദിച്ചതുപോലെ 9 മാസം അല്ലെങ്കിൽ 2 വർഷത്തോളം പീരീഡ്സ് ആകാതെ ഇരിക്കാമെന്ന് ഡോക്ടർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ പീരീഡ്സ് ആകുന്നില്ല, അതിന്റെ സിംറ്റംസ് ഒന്നും കാണാനില്ല, പുറത്തൊന്നും കാണാനില്ല, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അഥവാ അണ്ഡാശയ മുഴകളോ അല്ലെങ്കിൽ ഫൈബ്രോയിഡ്സോ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക? മുല കൊടുത്തോണ്ടിരിക്കുമ്പോൾ ശരിക്കും ഈ അണ്ഡാശയ മുഴകളും ഫൈബ്രോയിഡൊക്കെ എൻകറേജ് ചെയ്യുന്ന ഹോർമോണൊക്കെ തീരെ കുറവാണ്. അപ്പൊ ഗർഭിണികൾക്കും മുല കൊടുത്തോണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഫൈബ്രോയിഡ് വളരാൻ സാധ്യത കുറവാണ്. പിന്നെ അണ്ഡാശയത്തിലെ ട്യൂമറൊക്കെ ഞാൻ പറഞ്ഞില്ല, തീരെ അപൂർവം പീരിയഡ് വരാതിരിക്കുന്നത്. എപ്പോഴും അബ്നോർമൽ ബ്ലീഡിംഗ് ആയിരിക്കും, കൂടുതൽ ബ്ലീഡിംഗ് ആയിരിക്കും. അതുകൊണ്ട് സാധ്യത തീരെ കുറവാണ്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ കൂടിയുണ്ട്. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ, പറഞ്ഞോളൂ ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഇത് എനിക്ക് 1 വർഷത്തില് വേറെ ആയി ഡോക്ടർ. പിന്നെ ബ്ലഡ് കൂടുതൽ വെച്ചിട്ട് ഡോക്ടറെ കാണിച്ചിരുന്നു. അപ്പൊ പറഞ്ഞ് പിന്നെ ചെറിയൊരു മുഴയുണ്ട്, അത് ബ്ലീഡിങ് നിൽക്കുമ്പം വളരൂല, ബ്ലീഡിങ് ഉള്ള സമയത്താ വളരുള്ളൂ, പേടിക്കണ്ടെന്നാ പറഞ്ഞേ. അപ്പൊ ഇപ്പം ബ്ലീഡിങ് ഇല്ല, മെൻസസാവില്ല നിന്ന്. അപ്പൊ പിന്നെ അതിന് വല്ല തകരാറുണ്ടാ? അല്ല, ഇപ്പൊ മെൻസസേ ഇല്ലേ? ഇല്ല, ഇപ്പൊ ഇല്ല, ഒരു 5-6 മാസത്തിലേറെയായി ഇല്ലാതെ. എത്ര വയസ്സായി അമ്മയ്ക്ക്? 48. അപ്പൊ അത് ചിലപ്പോ ആ മുഴ പതുക്കെ ചുരുങ്ങുന്നുണ്ടായിരിക്കും. മെൻസസ് നിന്ന് കഴിഞ്ഞ് അത് ചുരുങ്ങും. എന്നാലും ചിലപ്പോ 5-6 മാസം കഴിഞ്ഞ് ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട്. 1 കൊല്ലം വരെ വന്നില്ലെങ്കിൽ മെൻസസ് നിന്നെന്ന് ഞങ്ങൾക്ക് പറയാം. പക്ഷെ ഡോക്ടർ പറഞ്ഞ ശരി, അത് മെൻസസ് നിന്നാൽ മുഴയും ചുരുങ്ങും. അപ്പൊ മിക്കവാറും ഓപ്പറേഷനൊന്നും വേണ്ടി വരത്തില്ല. ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞത്, പിന്നെ 2 തവണ ചെക്ക് ചെയ്ത് പിന്നെ ചെയ്തിട്ടില്ല. അതൊരു 6 മാസത്തിലോ അല്ലെങ്കിൽ 1 കൊല്ലത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. 6 മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ ഇപ്പോൾ രമയൊക്കെ ചോദിച്ചതുപോലെ മെൻസസ് നിന്ന് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ല, മെൻസസ് നിന്ന് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഒവേരിയൻ ക്യാൻസർ കൂടുതൽ മെൻസസ് നിന്ന് കഴിഞ്ഞ ഒരു 50 വയസ്സ് 60 വയസ്സുള്ള സ്ത്രീകൾക്ക് ഒവേരിയൻ ക്യാൻസർ വരുന്നത്. പക്ഷെ അത് അപൂർവമായിട്ട് ബ്ലീഡിംഗ് ആയിട്ട് തോന്നുന്നു. അവർക്ക് വിശപ്പ് ഇല്ലായ്മ, മെലിച്ചില്, പിന്നെന്താ
വയറ് വീർക്കല്, ഏമ്പക്കം, അങ്ങനെയൊക്കെ സിംറ്റംസ് ഒവേരിയൻ ക്യാൻസർ വരുന്നത്. അതുകൊണ്ട് ഒവേരിയൻ ക്യാൻസർ എപ്പോഴും കണ്ടുപിടിക്കാൻ താമസിക്കുന്നത്. പക്ഷെ യൂട്രസിന്റെ ക്യാൻസർ ആണെങ്കിൽ ബ്ലീഡിങ് കാണും. മെൻസസ് നിന്ന് കഴിഞ്ഞ് ബ്ലീഡിങ് വരുന്നത് നല്ലതല്ല. ഒരു ഫുൾ ഇയർ മെൻസസ് ഇല്ലെങ്കിൽ പിന്നെ അത് മെൻസസ് നിന്നെന്ന് അർത്ഥം. പിന്നെ ബ്ലീഡിങ് ആയാൽ നല്ലതല്ല. ഒരു 45-48 വയസ്സ് കഴിഞ്ഞാൽ, അത് 24 വയസ്സിലല്ല. ഡോക്ടർ, നമുക്കൊരു കോള് കൂടി ഉണ്ട്. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ശ്രുതിയാണ്. ശ്രുതി, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിൽ നിന്നാണ്. ഓക്കെ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഞാൻ ചോദിക്കുന്നത് ഈ PCOD-ന്റെ ഇതുണ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പം അതൊരു 3-4 വർഷം ഉണ്ടായിട്ടുണ്ട്. അത് എന്നിട്ട് അത് അവസാനം റിമൂവ് അതെടുത്തു കളഞ്ഞു. അപ്പം ഒരു മോളാ ഉള്ളത്. അപ്പൊ രണ്ടാമത്തെ കുട്ടി അത് കാരണമായിരിക്കോ അത് ഉണ്ടാവാൻ നിന്നിട്ടില്ല? ഇനി അതിന് ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു ഡോക്ടറോട്. ഹലോ, PCOD റിമൂവ് ചെയ്യാൻ ഒന്നും ഇല്ലല്ലോ. എന്താ റിമൂവ് ചെയ്തത്? PCOD-ന്റെ സിസ്റ്റ് ഞാൻ പൊട്ടിച്ചായിരിക്കും അല്ലോ, ഡ്രില്ലിംഗ് ചെയ്തായിരിക്കും അവര്. അത് മറ്റേ DNC ചെയ്യുന്ന പോലെ ചെയ്തു എന്നാ പറഞ്ഞത്. ഓക്കെ, ലാപ്രോസ്കോപ്പി വഴി ആയിരിക്കും ചെയ്തത് അല്ലേ? ആയിരിക്കാം. അല്ല, വയറിൽ ചെറിയ താക്കോൽ ദ്വാര ഇല്ല ഡോക്ടർ, നമ്മള് ഡെലിവറി പോലെ തന്നെയുള്ള ഇതാണ് ചെയ്തവര്. അപ്പൊ ഓപ്പറേഷൻ അല്ലായിരിക്കും. താഴെ കൂടെ DNC ചെയ്തോ? അതെ, DNC ചെയ്ത്. ഈ അണ്ടാശയം നമുക്ക് എത്തണമെങ്കിൽ നമ്മള് വയറ് കീറുവോ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരും. താഴെ കൂടെ അണ്ടാശയം എത്തത്തില്ല. അപ്പൊ അല്ലെങ്കിൽ ഈ IVF സെന്റർ, ടെസ്റ്റ് ട്യൂബ് ബേബിയുടെ സെന്ററിൽ മാത്രം അവർക്ക് അണ്ടാശയത്തിൽ നിന്ന് അണ്ടമൊക്കെ എടുക്കാം. അപ്പൊ അന്ന് ചികിത്സ ചെയ്തിട്ടാണോ കുട്ടി ഉണ്ടായത്? ഇല്ല, അന്നൊന്നും അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തിനാ അപ്പൊ DNC ചെയ്തത്? അത് പിന്നെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ബ്ലീഡിങ്ങും വേദനയും ഒക്കെ ഉണ്ടായപ്പം അത് ടെസ്റ്റ് ചെയ്തപ്പോ ഇങ്ങനെ ഇതില് PCOD-ന്റെ മുഴയുണ്ട് എന്ന് പറഞ്ഞ ചെറിയ, അങ്ങനെ അതിനു വേണ്ടിയിട്ടാ ചെയ്തത്. ഓക്കെ, പക്ഷെ PCOD ഉണ്ടെങ്കിൽ അണ്ടുൽപാദനങ്ങൾ ശരിക്കും നടക്കത്തില്ല. അപ്പൊ മിക്കവാറും അത് ചികിത്സിക്കേണ്ടി വരും. അത് ഉൽപാദനം ഉണ്ടാകാനുള്ള ഗുളികൾ കഴിക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ടായിരിക്കല്ല. പിന്നെ മോക്കിപ്പം 10 വയസ്സായി, പിന്നെ ഒന്നും കുട്ടികളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ അതാണ് ചോദിക്കാൻ. കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ, ഷുഗർ, തൈറോയിഡ് ഒക്കെ നോക്കണം. പിന്നെ പ്രഗ്നന്റ് ആകുന്നതിന് മുമ്പ് ഫോളിക് ആസിഡ് ഗുളിക കഴിക്കണം, നല്ല ആരോഗ്യപരമായ പ്രഗ്നൻസി ആകാൻ വേണ്ടി. ബ്ലഡ് ഇത് ഹിമോഗ്ലോബിൻ കുറവായിരുന്നു എനിക്ക്. അതൊക്കെ ശരിയാക്കിയിട്ട് വേണം പ്രഗ്നന്റ് ആകാൻ. പിന്നെ ഒരു സ്കാൻ ചെയ്യണം, കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. പിന്നെ പ്രഗ്നന്റ് ആകാൻ ഗുളിക കഴിക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ ചെയ്യേണ്ടി വരും അല്ലേ? ഞാൻ ഇതുകൊണ്ട് എല്ലാരും പറഞ്ഞാൽ അത് അങ്ങനെ ഉണ്ടാവുമ്പോൾ കുട്ടികളാവാൻ സമയം ഉണ്ടാവില്ല, അത് വയറണായിരിക്കും എന്നൊക്കെ പറഞ്ഞത്. ഞാനത് അണ്ടോൽപാദനങ്ങൾ നടക്കാത്ത കൊണ്ടാ പ്രഗ്നന്റ് ആകാത്ത. അപ്പൊ അപ്പൊ കൃത്യമായിട്ട് നമുക്ക് പീരീഡ്സ് ആവുന്നുണ്ടല്ലോ കറക്റ്റ് ഡേറ്റിന്? അത് ഇപ്പൊ ചെറിയ കുട്ടികൾക്കും ഒരു 11 വയസ്സ് 12 വയസ്സൊക്കെ പീരീഡ് ആവും. പക്ഷെ അത് അണ്ടുൽപാദനം നടക്കാതെ തന്നെ ആകും. അണ്ടുൽപാദനം നടക്കണമെന്നില്ല പീരീഡ് ആകാൻ. സാധാരണ റെഗുലർ പീരിയഡ്സ് എന്ന് പറഞ്ഞാൽ അണ്ടുൽപാദനം നടക്കുന്നെന്ന് അർത്ഥം. പക്ഷെ അതില്ലാതെ തന്നെ ചിലർക്ക് റെഗുലർ പീരിയഡ്സ് ആകാം. ഡോക്ടർ, ഇതുപോലെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഇത്. ഇത്തരത്തിൽ ഈ സിസ്റ്റ് അല്ലെങ്കിൽ ഫൈബ്രോയിഡ് ഒക്കെ വന്നവർക്ക് പിന്നീട് കുട്ടികൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നൊരു പൊതുവെ ഒരു ധാരണയുണ്ട്. അക്കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? PCOD എന്ന് പറയുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞില്ല, അവർക്ക് അണ്ടുൽപാദനം കുറവാണ്. അതുകൊണ്ട് കുട്ടികളുണ്ടാകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചികിത്സിച്ച് അത് ശരിയാവും. പിന്നെ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് സിസ്റ്റ്, ഈ അണ്ടാശയത്തില് ചോര കെട്ടി നിൽക്കുന്ന, അപ്പൊ എല്ലാം കൂടെ ഒട്ടി ഇരിക്കുന്നതുകൊണ്ട്, ട്യൂബും അണ്ടാശയമൊക്കെ ഒട്ടിയിരിക്കുന്നതുകൊണ്ട് അവർക്കും കുട്ടികളുണ്ടാകാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഫൈബ്രോയിഡിന്റെ പൊസിഷൻ അനുസരിച്ച് ഫൈബ്രോയിഡ് 3 പൊസിഷനിലാകാം. ഒന്ന് യൂട്രസിന് ഉള്ളില്, അത് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് എന്ന് പറയും. യൂട്രസിന്റെ ചുമര്, ഏറ്റവും കോമൺ ഉള്ളത് യൂട്രസിന്റെ ചുമരിൽ തന്നെ ഉള്ളത്. പിന്നെ യൂട്രസിന്റെ പുറത്തുള്ളത്. യൂട്രസിന് ഉള്ളിലാണെങ്കിൽ കുട്ടികളുണ്ടാകാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് കാണും. പിന്നെ കുറെ കൊല്ലമായിട്ട് കുട്ടികളില്ലാത്ത അല്ലെങ്കിൽ അബോർഷൻ ഒക്കെ ആകുന്നവർക്ക്
അത് മുഴ എടുത്ത് കളയാൻ നമ്മൾ ചെയ്യും. അല്ലാതെ ആദ്യത്തെ 1-2 കൊല്ലമൊക്കെ നമ്മൾക്ക് അതില്ലാതെ ട്രൈ ചെയ്യാം. മുഴ ഉള്ളിലല്ലെങ്കിൽ, ഉള്ളിലാണെങ്കിൽ എടുത്ത് കളയുന്നതാണ് നല്ലത്. ഡോക്ടർ, നമുക്കൊരു കോള് കൂടിയുണ്ട്. ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? ഹലോ, കണ്ണൂർ ജില്ലയിൽ നിന്ന് സെൽവ. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, ഹലോ, പറഞ്ഞോളൂ. എനിക്ക് 39 വയസ്സാണിത്. മോൾക്ക് 15 വയസ്സ്, മൂത്ത മോൾക്ക് 16 വയസ്സായി. ഇപ്പൊ കുട്ടിയായതിനു ശേഷം വീണ്ടും രണ്ടാമത് ഒന്ന് ആയിട്ട് പോയി. പിന്നെ മൂന്നാമത് ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോ കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി. പിന്നെ ഇപ്പോഴാണ് എനിക്ക് പ്രശ്നം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് നീര് വരുന്നത്. ഹലോ, ഹലോ, പറഞ്ഞോളൂ സൽവ. അത് ഇപ്പൊ എന്താ പറയണ്ട, മെൻസസാന്റെ ടൈം എത്തുമ്പോ നീര് വരുത്താണ് എനിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. നീരോ? ആ, എവിടെ, മൊത്തൊക്കെയോ? 2 കാലിലും വരൂ. പിന്നെ ചില സമയത്ത് അവിടെ ഉണ്ടാവും, ചില സമയത്ത് കാലിന് മാത്രം. പീരിയഡ്സിന് മുമ്പ് മാത്രമാണെങ്കിൽ പിന്നെ അത് മാറുന്നെങ്കിൽ കുഴപ്പമില്ല. അത് പീരിയഡ്സിന്റെ സമയത്ത്, ഒരു പീരിയഡ് കഴിഞ്ഞ് 14 ദിവസം കഴിഞ്ഞ് അണ്ടുൽപാദനം കഴിഞ്ഞ് ഒരു ഹോർമോൺ, പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് കുറച്ച് വെള്ളം കെട്ടി നിൽക്കും ദേഹത്ത്. അപ്പൊ അത് കുറച്ചൊരു നീര് വരും. അത് മാറുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, നന്ദി സൽവ വിളിച്ചതിന്. നമ്മളോടൊപ്പം ലൈവിൽ തത്സമയം ചേർന്നത് ജിം കെയർ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആനി കുര്യനാണ്. പോളിസിസ്റ്റിക് ഓവറി അല്ലെങ്കിൽ അണ്ഡാശയ മുഴകളെ പറ്റിയും ഫൈബ്രോയിഡുകളെ പറ്റിയുമാണ് ഡോക്ടർ സംസാരിച്ചത്. പ്രേക്ഷകരുടെ സംശയങ്ങൾക്കും ഡോക്ടർ മറുപടി പറഞ്ഞു. ഹലോ ഡോക്ടർ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും